രക്തത്താൽ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. നിൻ ദിവ്യ രക്തത്താൽ എൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. പ്രാരംഭ പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കുരിശു വഴിയായി ഞങ്ങളെ രക്ഷിച്ച അങ്ങേ പ്രിയപുത്രനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കുരിശ് യാത്രയിൽ ഞങ്ങൾക്കും അങ്ങേ പ്രിയപുത്രനെ വിശ്വസ്തയോടെ അനുഗമിക്കണം. അതിനാൽ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷണീയ കർമ്മത്തിൽ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ പങ്കുചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയോട് എന്നും വിശ്വസ്തതയായിരുന്നവളെ, നിന്റെ പ്രിയപുത്രന്റെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കാനും കഠിന വിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മുൾക്കിരീടവും ചമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഭാരമേറിയ സ്ലീവാമരം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടുകൂടി സഹിച്ച് അങ്ങയെ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഏറ്റവും നിസ്സാരവും ബോധപൂർവവുമായ അവിശ്വസ്തതയിലും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം, ഈശോ മിശിഹ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങേ എതിരെ വരുന്നതിനെ കണ്ട് പറഞ്ഞൊപ്പിക്കാനാകാത്ത ദുഃഖ സങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ പ്രിയപുത്രന്റെ കുരിശ് യാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സഹന നിമിഷങ്ങളിലും
പ്രത്യേകിച്ച് മരണനേരത്തും ചേർന്ന് നിൽക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അഞ്ചാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമയോൻ എന്ന ഒരു കിറോനേക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പിറകെ ചുമന്നുകൊണ്ടുവരുവാൻ നിർബന്ധിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ കുരിശ് ചുമക്കുന്നതിന് ശിമയോൻ എന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തയും വാക്കുകളും പ്രവൃത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖ സങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലം, വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, വെറോനിക്ക അങ്ങേ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും അധരങ്ങളും ഹൃദയവും എപ്പോഴും കരുണാർദ്രമായിരിക്കുവാൻ കൃപ ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം, ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കുവാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടൻ തന്നെ എഴുന്നേൽക്കുവാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം, ഈശോ മിശിഹ ഓർസലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ നോക്കി കരയുന്ന ഓർസലേം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വിശുദ്ധ മാമോദീസായ്ക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഇപ്പോഴും മനസ്താവപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒൻപതാം സ്ഥലം, ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാവപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്ലീവാമരത്തിൽ വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായുള്ളതെല്ലാം സമ്പൂർണമായി നിനക്ക് നൽകുന്നു. ചാവുദോഷത്തോടുകൂടെ മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമേ. ആമേൻ.
കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുടിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സകലത്തിലും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തലയോടിടം എന്ന അർത്ഥമുള്ള ഗോൽഗോഥായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂർ ആയിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് സ്ലീവാ മരത്തിന്മേൽ തറയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക ഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വയനാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവേഷ്ടം പ്രസാദത്തോടുകൂടി മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടെ ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അരിമത്തിയാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം സ്ലീവായിൽ നിന്നിറക്കി അങ്ങേ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലങ്ങളും പതിച്ചെല്ലണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതുക്കൽ ഒരു വലിയ കല്ല് മുരുട്ടി വെച്ചിട്ട് അവൻ പോയി. അങ്ങേ തിരുശരീരം കല്ലറയിൽ അടക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങയെ സ്നേഹിച്ച് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് മനോഹരം ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.
മിനിച്ചേച്ചിയുടെ മൈക്ക് മ്യൂട്ടാണ്. മിനി മൈക്ക് മ്യൂട്ടാണ്. കേൾക്കാമോ? അച്ഛാ കേൾക്കാം അച്ഛാ. അച്ഛനെ കേൾക്കാൻ കാര്യം ചെയ്യാം. തുടങ്ങാറായോ? പ്രകാശത്തിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അച്ഛൻ ഇപ്പോൾ മിഷൻ കേന്ദ്രത്തിന് അച്ഛൻ നമ്മൾ നേരിട്ട് പരിചയമില്ലാത്തതുകൊണ്ടാണ്. അച്ഛൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ. ജെഡിയെ കണ്ടില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ തീർത്ഥയാത്രയില് നമ്മളോട് വചനം പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് സ്നേഹബഹുമാനപ്പെട്ട പ്രകാശത്തിനാണ്. അച്ഛൻ പള്ളോട്ടിൻ സഭാംഗമാണ്. അച്ഛൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഖാണ്ഡ്വ രൂപതയിലെ കാഞ്ചബേഡ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലാണ്. ഞാനും ടീച്ചറിനൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസം അവിടെ ആയിരുന്നു. അച്ഛൻ അവിടെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനോട് അങ്ങനെ പങ്കുവെച്ചു. പുല്ല് നട്ട്, ചെടി നട്ട്, അല്ലെങ്കിൽ മരം നട്ടൊക്കെ ആയിട്ട് കർത്താവിന്റെ സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ ആ സ്നേഹം എങ്ങനെ പങ്കുവെക്കാന്ന് ഒരു നൂതനമായ മാർഗത്തിലൂടെ ഇത് ഒട്ടും സാഹചര്യം അനുകൂലമല്ലാത്ത ഇടത്ത് ഒരു മരുഭൂമി വാണിയുള്ള സ്ഥലത്ത് നീരൂറോ തീർക്കുന്ന അത്ഭുതകരമായ ഒരു സുവിശേഷത്തിന്റെ രീതികളിലൂടെ അച്ഛൻ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ അത്ഭുതമാണ് അവിടെ ചെന്ന് കാണുന്നത് നമുക്ക്. അപ്പൊ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, താങ്ക് യു. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ ഒരു നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ പങ്കുചേരാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചതിൽ വലിയ സന്തോഷം. ജനി വഴിയാണ് ഈ ഒരു ഇൻവിറ്റേഷൻ ലഭിക്കുന്നത്. ജനിയും ഫാമിലിയും ഇവിടെ ഒരു മാസത്തിലധികം 2 മാസത്തിലധികം അവരിവിടെ ഒന്ന് താമസിക്കുകയും മാതാവിനോടൊപ്പം ഇവിടെ ആയിരുന്നു പ്രാർത്ഥിക്കാനും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും ചെയ്ത ആ നല്ല ദിവസങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ഷിജു ഇവിടെ വന്നിരുന്നു. നിങ്ങളുടെ ഈ ഒരു ടീമിനെ പ്രത്യേകം കാഞ്ചബേഡയിൽ മാതാവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയൊരു ഷെയറിംഗ് നിങ്ങളോടൊപ്പം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ ഈ ഒരു മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇവിടെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് 12 വർഷമായി. ഒരു മരുഭൂമിയായി കിടന്ന ഒരു സ്ഥലത്ത് ദൈവം പച്ചപ്പാക്കി. അതായത് ദൈവം തന്റെ കൃപകളാൽ മാതാവിന്റെ മധ്യസ്ഥത്തിൽ ഇവിടെ ഈ സ്ഥലത്തെയും ഇവിടെ വരുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാം വലിയ ഫാമിലീസിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞാനും 7 മക്കളുള്ള ഒരു കുടുംബത്തിലെ ഒരു ആളാണ്. ഞാൻ 6ാമനാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കൂടുതൽ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ഈ നിമിഷം ആയിരിക്കുന്നതിൽ. കാഞ്ചബേഡയിൽ ഏറ്റവും അധികം അത്ഭുതം നടന്നിട്ടുള്ളതും കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്കും, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ലേറ്റായവർക്കും, അല്ലെങ്കിൽ 2ാമത് 3ാമത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ട്, അങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്തവർക്കാണ് കുഞ്ഞുങ്ങൾ ലഭിച്ചതായിട്ട് ഏറ്റവും അധികം കാണുന്നത്. എന്തായാലും അതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുമായിട്ടുള്ള എനിക്കൊരു ബന്ധമുണ്ട് എന്നുള്ള ഒരു ഉറപ്പായ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ 1-2 കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഇപ്പോൾ ഷെയർ ചെയ്തത്. പരിശുദ്ധ കന്യാമരത്തിന്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ ഞാൻ നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളിൽ സാധിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാം കേട്ടോ. യു മോസ്റ്റ് വെൽക്കം. വീഡിയോ ഓൺ ചെയ്യാൻ മോസ്റ്റ് വെൽക്കം. പ്രിയമുള്ളവരെ, ഇന്നത്തെ തന്നിരിക്കുന്ന ഒരു സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് ഈശോ തന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. കുരിശിൽ മരിക്കുന്ന ഈശോ തന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. അതാണ് നമുക്ക് ചിന്തിക്കാൻ തന്നിരിക്കുന്ന ഒരു വിഷയം. ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിചാരിക്കുകയായിരുന്നു. എന്നിട്ട് എന്ത് യഥാർത്ഥത്തിൽ പറയണമെന്നൊരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഇരുന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് വചനം പെട്ടെന്ന് തുറന്ന് വായിച്ചു നോക്കിയപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന 1-2 ചിന്തകളാണ് ഇന്ന് വളരെ കുറച്ച് സമയമുള്ളൂ, എന്നാൽ ആ സമയത്തിനുള്ളിൽ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈശോ ആത്മാവിനെ സമർപ്പിക്കണമെങ്കിൽ അവന് ആത്മാവിനെ ആദ്യം കിട്ടണം, അല്ലെ? അവന് ആത്മാവിനെ ആദ്യം കിട്ടി. അതെവിടെയാണ്? അത് അവന്റെ ജ്ഞാനസ്നാനത്തിന്റെ സമയത്താണ്.
അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 3:16, മാർക്ക് 1:10, ലൂക്ക് 3:20 ഈ ഭാഗങ്ങളിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെ ഈശോയുടെ ബാപ്റ്റിസത്തിന്, ഈശോയുടെ ജ്ഞാനസ്നാനത്തിന്റെ അവസരങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആത്മാവിനാൽ നിറഞ്ഞു. ഹി വാസ് ഫിൽഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അതാണ് നമ്മൾ ഈശോയുടെ ജ്ഞാനസ്നാനത്തിൽ കാണുന്നത്. അപ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച ആ ആത്മാവിനെയാണ് യഥാർത്ഥത്തിൽ അവിടെ ഈശോയുടെ കുരിശിനും അവന്റെ പ്രത്യേകമായ പബ്ലിക് മിനിസ്ട്രി തുടങ്ങുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു പ്രത്യേകമായ രീതിയിൽ. എന്നിട്ട് അവന്റെ പബ്ലിക് മിനിസ്ട്രി അവസാനിക്കുമ്പോൾ അതേ ആത്മാവിനെ സമർപ്പിക്കുന്നു. എവിടെയാണ് സമർപ്പിക്കുന്നത്? പിതാവായ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അത് എന്തിനു വേണ്ടി? നമ്മളെല്ലാവരും അതേ ആത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി. വേറെ തരത്തിൽ പറഞ്ഞ, അതായത് ഈ ഒരു സുവിശേഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവസാനം അവൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് തന്റെ ആത്മാവിനെ സമർപ്പിച്ചു എന്നാണ് ഈ വചന. യോഹന്നാന് പോയിട്ട് ബാക്കി എല്ലാ ഭാഗങ്ങളും 3 സുവിശേഷങ്ങളിലും എഴുതിയിരിക്കുന്നത് അവൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ആത്മാവിനെ സമർപ്പിച്ചു എന്നുള്ളതാണ്. അത് ഓർക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ആദ്യ മാതാപിതാക്കൾക്ക് ലഭിച്ച ഒരു ശാപം ഉണ്ടായിരുന്നു. ഹവ്വയോട് പ്രത്യേകിച്ച് നീ വേദനിച്ച് നിന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്ന് പറയുന്നുണ്ട്. വേദനിച്ച്. അപ്പോ ഈശോ യഥാർത്ഥത്തിൽ എല്ലാ പാപങ്ങളെയും തന്റെ മേൽ എടുക്കുകയാണ്, എല്ലാ ശാപങ്ങളെയും തന്റെ മേൽ എടുക്കുകയാണ് ഇവിടെ. പക്ഷെ അതിനൊരു വേറൊരു മോഡാണ്, അല്ലെങ്കിൽ വേറൊരു ഒരു തിരിവും ഒരു പുതിയ അർത്ഥവും ഈശോ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ അവൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ആത്മാവിനെ സമർപ്പിക്കും. അതായത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ഒരു അമ്മ നിലവിളിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് ജന്മം കൊണ്ട് ഒരു പുതിയ ജീവൻ കിട്ടുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഈ താങ്ങാൻ പറ്റാത്ത ഈ ഒരു വേദന സഹിച്ചുകൊണ്ട് തന്നെ വലിയ നിലവിളിയോടെ ഈശോ പ്രസവിക്കുന്നു എന്ന് വേണമെങ്കിൽ ഞാനൊരു ആ വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു പ്രസവിക്കുന്നു, അത് നൽകുന്നു, സമർപ്പിക്കുന്നു. അത് ഈ ലോകത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ ഈ വേദനയോടെ നൽകുന്നു. എന്തുകൊണ്ടാണ് ഈ വേദനയും കൂടെ വരാൻ കാരണം? ആദ്യ മാതാപിതാക്കൾക്ക് ലഭിച്ച, പ്രത്യേകിച്ച് ഹവ്വയ്ക്ക് ലഭിച്ച ആ വേദന എന്ന ശാപം അവൻ ഏറ്റെടുത്തിട്ട് ഈ വേദനയെ അവൻ അനുഗ്രഹമാക്കി മാറ്റുകയാണ്. നമുക്ക് ആത്മാവിനെ നൽകുവാനുള്ള വേദനയാക്കി അവൻ പ്രിയമുള്ളവരെ, അങ്ങനെ ശാപം അനുഗ്രഹമാക്കി മാറ്റുന്ന ഈശോയാണ് യഥാർത്ഥത്തിൽ ആത്മാവിനെ സമർപ്പിക്കുന്ന യേശുവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി ഡെലിവർ ചെയ്യുന്ന, പ്രസവിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന ഈശോയുടെ നിലവിളിയാണ് യഥാർത്ഥത്തിൽ ആ കുരിശിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടെ പ്രിയമുള്ളവരെ, നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകം ഏറ്റവും സ്നേഹത്തോടെ ആഗ്രഹത്തോടെ പറയുന്നത്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും അധികം നമുക്ക് വേണ്ടുന്നുള്ളത് പരിശുദ്ധാത്മാവിനെയാണ്. ആ പരിശുദ്ധാത്മാവിനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്മെന്റിൽ ഈശോ നമുക്കായിട്ട് സമർപ്പിക്കുന്നത്. പിതാവിന്റെ കരങ്ങളിൽ നമുക്കായി സമർപ്പിക്കുന്നു. അങ്ങനെ പിതാവിന്റെ പക്കൽ നമ്മൾ ഇന്ന് പിതാവിന്റെ പക്കൽ ചെന്ന് ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ പിതാവേ യേശുവിന്റെ നാമത്തിൽ നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടി നൽകപ്പെട്ട, നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടത് മാത്രമല്ല, ഇവിടെ കുരിശിൽ നൽകപ്പെട്ട ആ പരിശുദ്ധാത്മ പിതാവായ ദൈവം, ഐ കമൻ മൈ സ്പിരിറ്റ് അല്ല എന്നാണ്, പിതാവിന്റെ കരങ്ങളിലാണ് സമർപ്പിക്കുക. അപ്പോ പിതാവിന്റെ പക്കൽ ചെന്ന് യേശുവിന്റെ നാമത്തിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന, ഉറപ്പായി ലഭിക്കാൻ പോകുന്ന ഒരു ദാനമാണ് പരിശുദ്ധാത്മ. പിതാവേ, നിന്റെ പുത്രൻ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും പിതാവേ നിന്റെ പുത്രൻ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, എന്റെ കുടുംബത്തെ നിറയ്ക്കണമേ, എന്റെ മക്കളെ നിറയ്ക്കണമേ, ജീവിത പങ്കാളി നിറയ്ക്കണമേ എന്നൊരു പ്രത്യേക ഒരു പ്രാർത്ഥന പറയാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഒരുക്കട്ടെ. അതായത് നമുക്ക് നൽകപ്പെട്ടവനാണ് പരിശുദ്ധാത്മാവ്. ആ വലിയ വേദനയോടെ ആർക്ക് വേണ്ടി, അതായത് ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്ന് ആ വേദനയോടെയാണ് ദൈവം ഈശോ അവിടെ ആഗ്രഹിക്കുന്നത്. വേദനയോടെ എനിക്ക് വേണ്ടി നൽകി. നമുക്ക് വേണ്ടി നൽകുമെന്ന് പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ് അങ്ങനെ കേൾക്കാൻ. പക്ഷെ എനിക്ക് വേണ്ടി ഈശോ എല്ലാ വേദനയും സഹിച്ചു. പരിശുദ്ധാത്മാവിന് നൽകാൻ എനിക്ക് വേണ്ടി ഇത്രയും വേദന സഹിച്ചു. ഈ ഒരു വലിയൊരു രഹസ്യം നമുക്ക് ദൈവം ഇന്ന് മനസ്സിലാക്കിച്ചതിനെ പ്രത്യേകം നന്ദി പറയാം. ഒരിക്കൽ കൂടെ റീക്യാപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. തന്റെ ജ്ഞാനസ്നാന വേളയിൽ ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഈശോ തന്റെ കുരിശുമരണം, അതായത് തന്റെ പബ്ലിക് മിനിസ്ട്രിയുടെ അവസാനം
കുരിശിൽ വേദനയോടെ, ഹവയെ ഓർക്കാം അല്ലെ, വേദനയോടെ നമുക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയുകയും നമ്മളെല്ലാവരും നിത്യജീവിതത്തിന് അർഹരാകുകയും ചെയ്യും. അപ്പൊ എന്തിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത്? നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നൽകുന്നത് ഈശോ നമ്മളെല്ലാവരും നിത്യജീവിതത്തിന് പങ്കുകാരാകുവാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല, നിരന്തരമായി നിത്യജീവനിൽ പങ്കുകൊള്ളുവാനായിട്ടും ഈശോ നമ്മളെ സഹായിക്കുന്നത് തന്റെ ഈ സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു കാലയളവിൽ, പ്രത്യേകിച്ച് ഈ ഒരു നൊയമ്പ് കാലത്ത് നമുക്കെല്ലാവർക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈശോ നമുക്ക് നൽകാൻ ആഗ്രഹിച്ച അതേ പരിശുദ്ധാത്മാവിനെ അതേ അളവിൽ തന്നെ, അതേ കൃപയിൽ തന്നെ സ്വീകരിക്കുവാനുള്ള വലിയ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. എനിക്ക് പൗരോഹിത്യത്തിലൂടെ ലഭിച്ചിരിക്കുന്ന അധികാരത്തിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തിന്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ. താങ്ക് യു അച്ഛാ, പ്രകാശ് അച്ഛാ. താങ്ക് യു. വളരെ ദൂരെ ഒരു മിഷണറിയായ വൈദികനാണ് നമ്മളോട് സംസാരിച്ച് ജെനി പരിചയപ്പെടുത്തിയപ്പം പറഞ്ഞു. ഞാന് 2000 മുതലുള്ള ഒരു പരിചയമാണ് അച്ഛന്. അച്ഛന്റെ കുടുംബത്തോട് എല്ലാം ഉള്ള ഒരു ബന്ധമുണ്ട്. സുവിശേഷത്തിന്റെ വലിയൊരു സാന്നിധ്യമാണ് അച്ഛന്റെ കുടുംബവും ഒക്കെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രകാശത്തിന്റെ അടുത്ത് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പം തീർച്ചയായും അച്ഛൻ സ്നേഹത്തോടെ ആ ഒരു മിഷൻ തീഷ്ണതയിൽ നിന്ന് ആത്മാവ് നയിക്കുന്ന വഴികളിലൂടെ ഒക്കെ ഞങ്ങളോട് പങ്കുവെച്ചതിന് നന്ദി പറയുന്നു. പ്രത്യേകമായി നമുക്ക് ഈ സമയം പ്രകാശത്തിനെയും കാഞ്ചവയുടെ സ്ഥലത്തെ ആ മാതാവിനെയും, അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ 10-15,000-ഓളം ആളുകൾ, ക്രിസ്ത്യൻസ് അധികം ഇല്ലാത്തിടത്ത് തിരുനാളിന് വന്ന് അവരെല്ലാം സുവിശേഷം കേട്ട് കർത്താവിനെ അറിഞ്ഞ് അവർക്കെല്ലാം 10 ദിവസങ്ങൾ ഭക്ഷണം കൊടുത്ത് അങ്ങനെ വലിയ ഒരു സ്നേഹത്തിന്റെ ഒരു കാര്യമൊക്കെ അവിടെ നിർവഹിക്കുന്ന അച്ഛനെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും ആ മിഷൻ പ്രദേശത്തെയും ഒക്കെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാം. അച്ഛനെ കൊടുക്കുന്നതോടൊപ്പം കഴിഞ്ഞുപോയ ദിവസങ്ങളിലൊക്കെ നമ്മളോട് വചനം പ്രഘോഷിച്ചവർ, തുടർന്ന് വരുന്ന ദിവസങ്ങൾ വചനം പ്രഘോഷിക്കുന്നവരെ ഒക്കെ കർത്താവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് കൂടുതൽ ശക്തരായ, കരുത്തരായ, കൃപയുള്ള ശുശ്രൂഷകരാകാൻ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി അച്ഛനും അച്ഛന്റെ ശുശ്രൂഷയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മിഷൻ മേഖലയും ഒക്കെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ഒന്ന് കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. വീഡിയോ ഓണാക്കി. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു. ആരാധന, സ്തുതിക്കുന്നു കർത്താവേ, നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ യേശുവേ സ്തുതിക്കുന്നു ആരാധന, കർത്താവേ, നന്ദി ആരാധന, പറയുന്നു. ആരാധന. എല്ലാ ഹല്ലേലൂയ. പ്രഘോഷകരെയും ഓർത്ത് നന്ദി യേശുവേ പറയുന്നു. അവിടെ നൽകുന്ന വലിയ നന്ദി പറയുന്നു കൃപകൾ, കർത്താവേ. ആ മിഷൻ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് പ്രദേശത്തെ നന്ദി ഓർത്ത് നന്ദി പറയുന്നു. പറയുന്നു കർത്താവേ. ദൈവമേ അവിടെ സ്തുതിക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നവരെ സ്തുതിക്കുന്നു ഓർത്ത് നന്ദി കർത്താവേ, പറയുന്നു. കഴിഞ്ഞു നന്ദി. പോയ ദിവസങ്ങളിൽ ഹല്ലേലൂയ. വചനം പങ്കുവെച്ചവർ, യേശുവേ തുടർന്ന് വരുന്ന ആരാധന, ദിവസങ്ങളിൽ ആരാധന. വചനം ഹല്ലേലൂയ. പങ്കുവെക്കുന്നവർ എല്ലാവരെയും കർത്താവേ സമർപ്പിച്ച് നന്ദി നന്ദി, പറഞ്ഞ് നന്ദി, പ്രാർത്ഥിക്കുന്നു. നന്ദി. ഹല്ലേലൂയ, സ്തുതിക്കുന്നു ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ. വാഴ്ത്തുന്നു. ആത്മാവെ ഹല്ലേലൂയ. ഞങ്ങളെല്ലാം നയിക്കണമേ. യേശുവേ, യേശുവേ, ആത്മാവെ യേശുവേ, അവിടുത്തെ യേശുവേ, കൃപയിൽ ഞങ്ങളെ യേശുവേ, ഓരോരുത്തരെയും ആരാധന. വളർത്തുന്നതിനെ ഓർത്ത് നന്ദി ഹല്ലേലൂയ, പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, പിതാവായ ഹല്ലേലൂയ, ദൈവമേ, ഹല്ലേലൂയ, പുത്രനായ ദൈവമേ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ത്രിയേക ഹല്ലേലൂയ. ദൈവമേ, ആരാധന, യേശുവേ സ്തുതി. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. നമ്മുടെ ഈ കൂട്ടായ്മയിൽ അച്ഛാ നമ്മൾ കുറച്ച് സമയം കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛന് ഞങ്ങളുടെ കൂടെ കൂടുന്നതിൽ വളരെ സന്തോഷം. നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന എല്ലാവരെയും ഒരു ലാസ്റ്റ് 2 വാക്ക് പറയാൻ അനുവദിക്കുക. ഞാൻ പള്ളോട്ടൻ അച്ഛനാണ്. ഞാൻ ഇവര് പറഞ്ഞതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഖണ്ഡ്വ ഡയസിസിലെ മാതാവിന്റെ ഒരു തീർത്ഥാടന കേന്ദ്രത്തില് റെക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. ഞാൻ നിങ്ങളെല്ലാവരെയും ഒരിക്കലെങ്കിലും ഇവിടെ മിഷൻ സ്ഥലത്തുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായ കാഞ്ചവടിയിലേക്ക് ഒരിക്കലെങ്കിലും വരണമെന്ന് പ്രത്യേകം നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ വന്നോളൂ. ജെനി നിങ്ങളോട് ബാക്കി കാര്യം പറഞ്ഞോളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും വരിക. അപ്പോൾ മെയിൻ സ്ട്രീമിലുള്ള ക്രിസ്തീയ വിശ്വാസികളും വളരെ പ്രത്യേകമായ തീഷ്ണതയോടെ ജീവിക്കാൻ വിളികെട്ടിയ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് പോലെയുള്ള തന്നെ മിഷൻ പ്രദേശങ്ങളിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും വളർത്തേണ്ടതും വലിയൊരു ചുമതല നിങ്ങൾക്കുണ്ട്. അപ്പോ നിങ്ങൾ എല്ലാവരും നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ആദ്യമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഈ സ്ഥലത്തിന് വേണ്ടി. ദൈവകൃപ ഇവിടെ കുഞ്ഞൊരു ആരാധന ചാപ്പലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം 1 വർഷം എങ്ങനെയായാലും കുറച്ച് സമയം ഒരു ദിവസമെങ്കിലും കിട്ടുമെങ്കിൽ വരിക. എന്നിട്ട് ഈശോയുടെ മുമ്പേ ഇവിടെ ഇരുന്ന് ഈ ഒരു സ്ഥലത്തിന് വേണ്ടിയും മധ്യപ്രദേശിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള ചെറിയൊരു അവസരം ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ വർഷവും മാതാവിന്റെ ഇവിടുത്തെ തീർത്ഥാടനം ഫെബ്രുവരി മാസം അവസാനത്തെ സൺഡേ ആണ്. അടുത്ത വർഷം 23-ാം തീയതിയാണ്. അപ്പോ ഷിജുവിനോടും ജെനിയോടും എല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ എല്ലാവരും നല്ലൊരു ടീമായിട്ട് വരിക. ഈ ഒരു സ്ഥലം വളരേണ്ടത് നിങ്ങളുടെയും ചുമതലയാണ് തീർച്ചയായിട്ടും.
എനിക്ക് ഏറ്റവും വലിയ ഭയങ്കര സന്തോഷമുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹോളി ഹോം ഒരുപാട് കുഞ്ഞുങ്ങളുള്ള ഫാമിലീസ് ആണ്. ഐ റിയലി ലവ് ഫാമിലീസ് വിത്ത് ഒരുപാട് കുഞ്ഞുങ്ങളുള്ള ഫാമിലീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ 7 മക്കള്, ഞാൻ 6-മൻ എന്ന് ആദ്യം പറഞ്ഞതുപോലെ. സോ ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാവർക്കും ഇനിയും കുറെ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. മാലാഖമാരെ പോലെയുള്ള ദൈവ ചൈതന്യമുള്ള പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കുറെ മക്കളുള്ള കുടുംബങ്ങളായി നിങ്ങൾ മാറട്ടെ. ഏതെങ്കിലും തരത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ തടസ്സമുള്ളവരുണ്ടെങ്കിലോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ തടസ്സം മാനസികമായിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ വേണ്ടെന്ന് ചിന്തിക്കുകയോ ഇത്രയും മതിയെന്ന് ചിന്തിക്കുകയോ 5, 6 7 മതി എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ തന്നെയും അവർക്കും അത്തരത്തിലുള്ള എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടുതലും ഇനിയും വലിയ കുടുംബങ്ങൾ നിങ്ങളാകുവാനും മറ്റുള്ളവർക്ക് വലിയ മാതൃകയും പ്രോത്സാഹനവും ആകുവാൻ തക്കവിധം കൃപയും നിങ്ങൾക്ക് വേണമെന്നുള്ളതെല്ലാം തക്ക സമയത്ത് ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. നമുക്ക് പ്രത്യേകിച്ച് ഒരു മിഷൻ സ്ഥലത്തെ ഓർക്കാം. ഭാരതത്തിന്റെ സെന്ററാണ്. നമുക്കറിയാം, ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ മിഷന് പോയപ്പോ ഇന്ന് പലയിടത്തും നമുക്ക് പുറത്തുനിന്ന് ആളുകളെ വിളിക്കാൻ പറ്റില്ല. പക്ഷെ വരുന്നവരോട് നമുക്ക് സ്നേഹത്തോടെ സാവധാനം സുവിശേഷം പങ്കുവെക്കാം. അതിന് പറ്റുന്ന വലിയൊരു സ്ഥലമാണ്. അച്ഛൻ പറഞ്ഞ പോലെ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ വഴി സുവിശേഷം ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ഭാരത സഭ അറിയാൻ ഇടയാകണം. നമുക്ക് ഒരിക്കൽ കൂടി ഈ കാഞ്ചവയുടെയും ഒപ്പം അതുപോലെയുള്ള ധാരാളം തീർത്ഥാടന കേന്ദ്രങ്ങൾ ഭാരത സഭയിൽ വളരാൻ വേണ്ടി കൂടി നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളുടെ ഈ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ അവിടുത്തെ സമർപ്പിക്കുമ്പോൾ അത് സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക്, ഭാരത സഭ മുഴുവൻ കർത്താവിനെ അറിയാൻ, ഭാരതത്തിലെ സകല മനുഷ്യരും യേശുവിൻ്റെതാകാൻ കർത്താവെ ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ വഴി ഇടയാക്കണമേ. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അങ്ങ് തന്നെ ജീവിക്കുന്ന ദൈവമെന്ന് അവിടെയെല്ലാം അങ്ങ് സ്ഥിരീകരിക്കുന്നതിനെ ഓർത്തും രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ധാരാളം തീർത്ഥാടകരെ അവിടെ എത്തിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. നമ്മുടെ കൂട്ടായ്മയിലുള്ള നമ്മുടെ എല്ലാം വ്യക്തിപരമായ നിയോഗങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ ഒക്കെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മളെ അറിയുന്ന, സ്നേഹിക്കുന്ന ദൈവം അതെല്ലാം സമയത്തിൽ പൂർത്തിയാക്കാൻ ദൈവം ഇടയാക്കട്ടെ. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാകാം, സാമ്പത്തികമായ മേഖലകൾക്ക് വേണ്ടിയാകാം, മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാകാം, ദൈവവിളിയുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ മറ്റോരോ വ്യക്തിപരമായ ഓരോ നിയോഗങ്ങളും, മനസ്സിനെ അലട്ടുന്ന ഓരോ പ്രയാസങ്ങളും നമ്മൾ ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് സമർപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബം സ്നേഹത്തിന്റെ കുടുംബമാകാൻ, സ്നേഹത്തിന്റെ രാജ്യമാകാൻ ഒക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒപ്പം ഭാരത സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആഗോള സഭയെയും പരിശുദ്ധ പിതാവിനെയും പിതാവിന്റെ നിയോഗങ്ങളെയും എല്ലാ മെത്രാന്മാരെയും വൈദികർ, സമർപ്പിതർ, സന്യസ്തർ എല്ലാവരെയും നമുക്ക് ഈ സമയങ്ങൾ കൊടുക്കാം. എല്ലാ ആത്മായ പ്രേക്ഷിത മിഷണറിമാരെ നമുക്ക് കൊടുക്കാം. നമുക്ക് സഭയ്ക്ക് വേണ്ടി കൂടി നമ്മൾ ഈ സമയത്ത് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധമായ വിവിധങ്ങളായ ദൈവവിളികളാൽ ഞങ്ങളുടെ സഭയെ സമ്പന്നമാക്കണമേ. വിശുദ്ധരായ കുടുംബജീവിതം നയിക്കുന്നവർ, വിശുദ്ധരായ വൈദികർ, വിശുദ്ധരായ സമർപ്പിതർ, വിശുദ്ധരായ സന്യസ്തർ, ഏകസ്ഥരായി ജീവിക്കാൻ തീരുമാനമെടുത്ത വിശുദ്ധരായവർ, ഇങ്ങനെയുള്ളവരുടെ വലിയൊരു ശക്തി ഞങ്ങളുടെ സഭയ്ക്ക് അങ്ങ് പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹോളി ഹോം മിനിസ്ട്രിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ ഓൺലൈൻ, ഓഫ്ലൈൻ പ്രോഗ്രാമുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഇപ്പൊ ഞാനും ജിനിയും ശുഭവും ഞങ്ങളെല്ലാം ചോദിച്ചാൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ചെല്ലാനം അടുത്ത് വേളാങ്കണ്ണി മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലാണ്, എറണാകുളത്തെ ജില്ലയിലെ. അവിടെ 5 ദിവസത്തേക്ക് നമ്മുടെ ഈ കോഴ്സാണ്, ക്രിസ്തുവാനുഭവ ധ്യാനമാണ് ഇന്ന് ആരംഭിച്ചു. നമുക്ക് സമർപ്പിക്കാം. അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന മറ്റെല്ലാ ഇടവക ധ്യാനങ്ങളെയും സമർപ്പിക്കാം. നമ്മുടെ മിഷൻ യാത്രയെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ച് നമുക്ക് നന്ദി പറഞ്ഞു ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്ന ദൈവമേ, നന്ദി പറയുന്നു. ഞങ്ങൾ ഉയർത്തിയ എല്ലാ പ്രാർത്ഥനകളുടെ മേലും അങ്ങയുടെ രക്തം നിറവേറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ മനസ്സിലും ചിന്തയിലുമുള്ള, ഞങ്ങൾ കൂട്ടായി പ്രാർത്ഥിച്ചിട്ടുള്ള, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള സകലരുടെയും പ്രാർത്ഥനകളും നിയോഗങ്ങളും അവിടുത്തെ തിരുമുമ്പാകെ സമർപ്പിച്ച് ഈ സന്ധ്യയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. അവരുടെ കൂടെ സഞ്ചരിച്ചവനാണ്. അവിടുന്ന് ഇന്ന് ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ബെഡ്റൂമിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം ഞങ്ങളോടൊപ്പമായിരുന്നു. ഞങ്ങളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറെ വാത്സല്യമുള്ള പരിശുദ്ധ അമ്മയോടും നമ്മുടെ എല്ലാം കുടുംബത്തിന്റെ കാവൽക്കാരൻ കൂടിയായ, നമ്മുടെ സഭയുടെ കാവൽക്കാരൻ കൂടിയായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെയും പേരിന് കാരണക്കാരായ വിശുദ്ധരുടെയും, നമ്മൾ ഇന്നോളം മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചിട്ടുള്ള സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം നമുക്ക് തേടാം. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിയ അഗ്നിയായി നാം ഓരോരുത്തരും രൂപപ്പെടാൻ സ്വർഗത്തിൽ എത്തുന്നത് വരെ ഞങ്ങൾക്കായി മാധ്യസ്ഥം തുടരണമേ. നമ്മുടെ കൊച്ചു പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എന്റെ കാവൽ മാലാഖയെ ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും ഞങ്ങളെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന ഒരു കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപയേകണമേ. കുരിശ് വരച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മാതാവിനോട് ചേർന്ന് നമുക്കൊരു ഗാനം പാടി. ഇന്ന് അച്ഛനുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് അച്ഛൻ കാഞ്ചവയുടെ മാതാവിന്റെ പാട്ട് ഹിന്ദിയിൽ പാടും. അച്ഛൻ എല്ലാ ദിവസവും മാതാവിനോട് പാട്ടുപാടി നന്ദി പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഇന്നും സാധാരണ പാടുന്ന പോലെ ചേച്ചിമാർ റെഡിയാണെങ്കിലും പെട്ടെന്ന് എനിക്ക് തോന്നി അച്ഛാ നമ്മുടെ മാതാവിന്റെ പാട്ട് നമുക്കൊന്ന് പാടാം. ഓ മാ കാഞ്ചബൈഡാ കീമാ, ഓ മാ കാഞ്ചബൈഡാ കീമാ, ആയേ हम पास तुम्हारे माँ मरियम हम आए हैं, आए हैं हम पास तुम्हारे माँ मरियम हम आए हैं। सुनी गोदों को भर दे माता, सुने दिलों में खुशियां भर दे, सुनी गोदों को भर दे माता, सुने दिलों में खुशियां भर दे, खाली हाथ न लौटे यहाँ से, हर मन्नत को पूरी कर दे, खाली हाथ न लौटे यहाँ से, हर मन्नत को पूरी कर दे। ओ माँ कांजबैडा की माँ, ओ माँ कांजबैडा की माँ, आए हैं हम पास तुम्हारे माँ मरियम हम आए हैं, आए हैं हम पास तुम्हारे माँ मरियम हम आए हैं। ओ माँ कांजबैडा की माँ, ओ माँ कांजबैडा की माँ, कांजबैडा की माँ, कांजबैडा की माँ। कांजबैडा ആമേൻ. माता താങ്ക് യു അച്ഛാ. ജയ്. ഓക്കെ, താങ്ക് യു അച്ഛാ. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മിഷൻ യാത്രയിൽ ഒരു പ്രത്യേകതയും കൂടി വന്നിട്ടുള്ളത്, ഒരു ഇടവകയും കൂടെ നമുക്ക് ഞങ്ങൾ മിഷന് പോകുന്നിടത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു പരീക്ഷ 72ഓളം വില്ലേജുകളുണ്ട്, 1200 വീട്ടുകാരുള്ളതാണ് പഞ്ചാബില്. അപ്പൊ ഇന്നാണ് അതൊന്ന് കൺഫേം ആയത്. അപ്പൊ നമ്മൾ കുറെ കൂടെ വിശാലമായ വില്ലേജുകളിലേക്ക് പോകാൻ ദൈവം അവസരം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പ്രോഗ്രാം ഉണ്ട്. കൂടാതെ അങ്ങനെ ഒരു വില്ലേജ് കൂടെ കിട്ടിയപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും റോസറിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ ഈ ഒരു യാത്രയിൽ മിഷണറി നമ്മൾ പോകുന്ന വില്ലേജിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ അത് കണ്ടെത്താൻ പറ്റുമെങ്കിൽ, ഞങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അപ്പൊ നാളെ നമുക്ക് ഒരുമിച്ച് വരാം, കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ അനുഗ്രഹങ്ങളും. പ്രകാശിച്ച ഒരിക്കൽ കൂടി ഏറെ സ്നേഹത്തോടെ നന്ദി. താങ്ക് യു. Thank you. God bless you all. Thank you. താങ്ക് യു.